അവിടുന്ന് പറയുന്നത് ഇങ്ങനെ അസ്വസ്ഥപ്പെടുന്നത് വിജാതീയരാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഞാൻ മനസ്സിലാക്കിയത്, എന്റെ മകൻ, എനിക്ക് 5 മക്കളുണ്ട്. അതില് ഞാൻ 5 പേർക്കും എത്ര കുറവുണ്ടെങ്കിലും അവരെ ആ 5 പേരും ഒരേ പോലെ എന്റെ മക്കളാക്കി സ്വീകരിച്ചിരിക്കുകയാണ്. അവർ സ്വന്തമായിട്ട് പറയാണ് ഞാൻ സുനിലിന്റെ മകനല്ല എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. കാരണം അവൻ തന്നെയാണ്, പ്രായപൂർത്തിയായ അവനോ അവളോ തന്നെയാണ് എന്നെ നിഷേധിക്കുന്നത്. അതുകൊണ്ട് എനിക്കും ചെയ്യാൻ പറ്റുന്നില്ല. അതുപോലത്തെ ഒരു രീതിയാണ് കർത്താവ് മനസ്സിലാക്കുന്നത്. നിങ്ങൾ എന്നിൽ വിശ്വസിക്കുന്നില്ല, വിശ്വസിക്കാത്തത് കൊണ്ട് നിങ്ങൾ വിജാതീയരാണ്. ഒരു അപ്പന് സമ്പത്തുണ്ടായിരിക്കെ ആ സമ്പത്തിന്റെ സമ്പത്ത് അനുഭവിക്കേണ്ടത് ആരാണ്? അവരുടെ മക്കളാണ്. അപ്പൊ അവർക്ക് അനുഭവിക്കാനായിട്ട് അപ്പൻ എല്ലാം ചെയ്തു വെച്ചിരിക്കുന്നു. എന്നാൽ മകൻ അല്ലെങ്കിൽ മകൾ പറയുന്നു എനിക്ക് വേണ്ട, അല്ലെങ്കിൽ ആ അപ്പനിൽ അല്ലെങ്കിൽ കുടുംബത്തിൽ ആശ്രയിക്കുന്നില്ല. ഇത് തന്നെയാണ് ദൈവവും മനസ്സിലാക്കുന്നത്. ദൈവവും പറയുന്നത് വിജാതീയരാണ് ഈ അസ്വസ്ഥപ്പെടുന്നെങ്കിൽ, വിജാതീയരാണ് ഇവയെല്ലാം അന്വേഷിക്കുന്നത്. നിങ്ങൾക്ക് ഇവയെല്ലാം ആവശ്യമെന്ന് നിങ്ങളുടെ സ്വർഗീയ പിതാവ് അറിയുന്നു. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അതിനാൽ നാളെക്കുറിച്ച് നിങ്ങൾ ആകുലരാകരുത്. നാളത്തെ ദിനം തന്നെ അതിനെക്കുറിച്ച് ആകുലപ്പെട്ടുകൊള്ളും. ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശം മതി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് അവിടുന്ന് വചനത്തിന്റെ അവസാന ഭാഗത്ത് പറയും, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ ഞാൻ എന്നോട് തന്നെ അല്ലെങ്കിൽ നമ്മോട് പറയുന്നത് ഇതാണ്, ആദ്യമേ അവിടുത്തെ രാജ്യം, അവിടുത്തെ ഇഷ്ടം നമ്മൾ അന്വേഷിക്കണം ഓരോ ദിവസവും. കാരണം നമ്മൾ പൂർണ്ണരല്ല. നമ്മൾ ഓരോ നിമിഷവും ദൈവത്തിലേക്ക് അടുക്കാൻ, കൂടുതൽ അടുക്കാൻ അവിടെ നിന്ന് ആഗ്രഹിക്കുന്നു. എത്ര അടുത്താലും പിതാവിന്, യേശുവിന് മതിയാവത്തില്ല. കാരണം ഒരു മകൻ വന്ന്, എന്റെ മകൻ വന്ന് എന്നെ അപ്പ അല്ലെങ്കിൽ അമ്മ എടുത്ത് ചെന്ന അമ്മ അല്ലെങ്കിൽ എന്ന് വിളിക്കുന്നതും ആശ്രയിക്കുന്നത് ഏത് അപ്പനാണ്, ഏത് അമ്മയ്ക്കാണ് അത് അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ അത് അവർക്ക് സന്തോഷമേ ഉള്ളൂ. കാരണം എന്റെ അപ്പനും എന്റെ മകനും എന്റെ മകളും എന്നെ ആശ്രയിക്കുന്നു, എന്നെ സ്നേഹിക്കുന്നു എന്നതിന്റെ അടയാളമായതുകൊണ്ട് അവർ എത്ര പ്രാവശ്യം എന്റെ അടുത്ത് വന്നാലും എനിക്ക് അസ്വസ്ഥത ഉണ്ടാവത്തില്ല. അതുപോലെ തന്നെയാണ് നമ്മുടെ പിതാവിന്റെ കാര്യം. എന്തുമാത്രം പറഞ്ഞാലും, എന്തുമാത്രം പഠിച്ചാലും, എന്തുമാത്രം പിതാവിനെ ആശ്രയിച്ചാലും അവിടത്തേക്ക് തൃപ്തി വരത്തില്ല, അവിടത്തേക്ക് ഇഷ്ടം തന്നെ. അതാണ് അവിടുന്ന് തിരുവചനത്തിൽ പഴയ നിയമത്തിൽ പറഞ്ഞത്, നിങ്ങൾ വീട്ടിലായിരിക്കുമ്പോഴും യാത്ര ചെയ്യുമ്പോഴും കിടക്കുമ്പോഴും ഉറങ്ങുമ്പോഴും നിങ്ങളെ എന്നെക്കുറിച്ച്, എന്റെ വചനത്തെക്കുറിച്ച് പഠിക്കണം, അത് നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം എന്ന് അവിടുന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. ഓരോ പിശാചിനാൽ ബന്ധിതരായ, അല്ലെങ്കിൽ ഈ ലോകത്തിൽ നമുക്ക് നന്മ ചെയ്യാനും തിന്മ ചെയ്യാനും അവിടുന്ന് സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട്. അവിടുന്ന് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ കൈവയ്ക്കുന്നില്ല. എന്നാൽ അവിടുന്ന് പറയുന്നത് നല്ലത് തിരഞ്ഞെടുക്കാൻ നിന്നോട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞാൽ ഈ ലോകം, ഈ ഭൂമി, അതിനെക്കുറിച്ച് ആഴമായിട്ട് പ്രസംഗിക്കാൻ ഈ സമയം പോരാ. എന്നാൽ ചുരുക്കി മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് പിശാചിന്റെ പിടിയിൽ, ലോകം പിശാചിന്റെ പിടിയിലായതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് യേശുവിൽ വിശ്വസിക്കുന്നവരുടെ നമ്മൾ നമുക്കറിയാം, ഈ ലോകത്തില് നമ്മൾ പലവിധ അസ്വസ്ഥതയിൽ, പിശാചിന്റെ പലവിധ കെണികളിൽ പെട്ട് കിടക്കുന്നവരാണ്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ഈ ലോകം എങ്ങനെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതുകൊണ്ട് അത് പൂർണ്ണമായിട്ട് ഒരു ചുരുക്കമായിട്ട് മനസ്സിലാക്കുന്നത് നല്ലതാണ്. ഈ പിശാചിന്റെ പിടിയിലായതുകൊണ്ടാണ് പലപ്പോഴും രോഗത്തിലും ജഡമോഹങ്ങളിലും നമ്മൾ പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് വിടുവിക്കാൻ വേണ്ടിയാണ് യേശു നമ്മളിൽ കടന്നു വന്നത്. യേശു പിശാചിന്റെ, യോഹന്നാന്റെ ലേഖനത്തിൽ പറയുന്ന പിശാചിന്റെ പ്രവർത്തികളെ നശിപ്പിക്കാനാണ് ദൈവപുത്രൻ പ്രത്യക്ഷനായത്. അങ്ങനെ ദൈവപുത്രനിൽ വിശ്വസിക്കുന്നതിലൂടെ നമ്മുടെ ജഡികമായ അല്ലെങ്കിൽ ശാരീരികമായ പിശാചിന്റെ ആധിപത്യങ്ങൾ അവിടുന്ന് വിടുവിച്ചു തരും. ഞാൻ ഓർക്കുകയാണ്, എന്റെ തന്നെ മദ്യപാനത്തിന്റെ കെട്ടുകൾ അല്ലെങ്കിൽ മറ്റ് ജഡിക മോഹങ്ങൾ, ജഡിക ആസക്തികൾ അവിടുന്ന് വിടുവിച്ചു. ഞാൻ ഒന്നും പ്രത്യേകമായി അവിടത്തേക്ക് എന്തെങ്കിലും ചെയ്തത് കൊണ്ടല്ല, ഞാൻ അവിടുത്തെ ആശ്രയിച്ചു. അവിടുന്ന് എന്നെ മദ്യപാനത്തിൽ നിന്ന് വിടുവിച്ചപ്പോൾ, അവിടത്തേക്ക് വേണ്ടി സാക്ഷ്യം വഹിച്ചു തുടങ്ങിയപ്പോൾ, അവിടുന്ന് എന്റെ ഓരോ വചനം കൂടുതൽ വായിച്ചപ്പോൾ മനസ്സിലായി ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ,
ഇരുട്ടിലായിരുന്ന ഒരു മനുഷ്യൻ ടോർച്ചടിച്ച് അല്ലെങ്കിൽ വെളിച്ചം കൊണ്ട് പോയി അവൻ ആ സ്ഥലം കാണുന്നത് പോലെ, ഇരുട്ടത്തിരുന്ന അശുദ്ധികൾ മാറ്റി അവൻ അത് തൂത്ത് മാറ്റും നല്ല നിലമാക്കുന്നത് പോലെ, എന്റെ ജീവിതത്തിൽ വചനം വന്നപ്പോൾ, വചനത്തിൽ ഞാൻ വായിക്കാൻ തുടങ്ങിയപ്പോൾ ശത്രുത, വിദ്വേഷം, വെറുപ്പ്, ജഡിക മോഹങ്ങൾ, ഇവയൊന്നും എന്റെ ജീവിതത്തിൽ ദൈവം ആഗ്രഹിക്കുന്നതല്ല എന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതി, എന്റെ യേശുവിനോട് എന്നെ രക്ഷിച്ച, എന്റെ പാപവും രോഗവും എല്ലാം ഏറ്റെടുത്ത, എനിക്ക് വേണ്ടി കുരിശിൽ മരിച്ച ആ യേശുവിനെ പ്രതി അവയെല്ലാം ഞാൻ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. പക്ഷെ ശക്തി തന്നത് യേശുവാണ്, പരിശുദ്ധാത്മാവിലൂടെ. നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. അതാണ് ഇതിന്റെ ഈ മുഖം വഹിക്കുക എളുപ്പം എന്ന് പറഞ്ഞത്. നമുക്കൊന്നും ചെയ്യേണ്ടി വരുന്നില്ല. കാരണം അവയെല്ലാം ചെയ്ത് യേശു വെച്ചു തന്നിരിക്കുന്നു. ഇതെല്ലാം യേശു നമുക്ക് വേണ്ടി പ്രാപിച്ചു കഴിഞ്ഞു. നമ്മൾ സ്വീകരിക്കുക എന്നതാണ്, നമ്മളത് എടുക്കുക എന്നതാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയുന്നത്, അവിടുന്ന് പറഞ്ഞു, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. നമ്മൾ ചെയ്യേണ്ട ആദ്യം അവിടുത്തെ നീതി. എന്താണ് അവിടുത്തെ നീതി? എന്താണ് അവിടുത്തെ രാജ്യം? അത് അന്വേഷിക്കുക. എനിക്ക് ചുരുക്കമായ ഒന്നേ പറയാനുള്ളത്, ഈ ലോകത്തിലുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ലോകത്തുനിന്ന് നമ്മൾ പുറപ്പെടുമ്പോൾ ആണ് ജീവിതം ശരിക്ക് തുടങ്ങുന്നത്. അതിനുവേണ്ടിയാണ് നമ്മൾ ഒരുങ്ങേണ്ടത്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മരണശേഷം ആണ് നമ്മുടെ ശരിക്കുള്ള ജീവിതം തുടങ്ങുന്നത്. ഈ മരണത്തിന് മുമ്പ് കുറച്ച് നാൾ, ഇന്ന് ഞാൻ മരിക്കുമോ എന്ന് എനിക്കറിയില്ല, നാളെ മരിക്കുമോ എന്ന് എനിക്കറിയില്ല. അതോ ചുരുങ്ങിയാൽ എനിക്കിപ്പോൾ 44 വയസ്സുണ്ട്, ഒരു 10-20 വർഷം കൂടി ജീവിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. കൂടിപ്പോയാൽ 30 വർഷം. ഈ 30 വർഷം കൊണ്ട് ഞാൻ ചെയ്യേണ്ടത്, എന്നെ ശ്രമിക്കുന്ന നിങ്ങളോട് ഞാൻ ഇത് തന്നെയാണ് പറയുന്നത്. ഏത് പ്രായത്തിലുള്ളവരായാലും നിങ്ങൾ യേശുവിനെ ശ്രമിക്കുന്ന, യേശുവിന്റെ വചനം ശ്രമിക്കുന്ന നിങ്ങൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നിങ്ങൾക്ക് എത്ര സമയം ഉണ്ടായിരിക്കും, ഇനി ഉണ്ട് എന്ന് നിങ്ങൾ അറിയുന്നില്ല. അതുകൊണ്ട് ഉള്ള സമയം കൊണ്ട് വരാനിരിക്കുന്ന ജീവിതത്തിൽ നമുക്ക് അവിടുന്ന് തരാൻ പോകുന്ന നിത്യജീവിതത്തെക്കുറിച്ച്, ആ നിത്യജീവന് വേണ്ടി ഒരുങ്ങേണ്ടതിനെ കുറിച്ചാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇവിടെ ഉള്ളതെല്ലാം ക്ഷണികമാണ്. ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ അപ്പൻ മരിച്ചിട്ട് 18 വർഷമായി. അപ്പനെ കുറിച്ചുള്ള സ്മരണ ഞങ്ങളിൽ മാത്രം നിലകൊള്ളുന്നു. അതും എപ്പോഴുമല്ല, തീർച്ചയായിട്ടും ഏകദേശം കടന്നുപോയി. എൻ്റെ അളിയൻ മരിച്ചിട്ട് 3-4 വർഷമായി. അളിയൻ ഒരുപാട് പ്രവർത്തിക്കുകയും പലരുടെ ഇടയിൽ പ്രിയങ്കരനും ഒക്കെ ആയിരുന്നു. അതും കടന്നുപോയി. ഞാൻ ആലോചിക്കുമ്പോൾ എൻ്റെ ജീവിതം എന്ന് കടന്നുപോകും. ചിലപ്പോൾ മരിച്ച് കുറച്ച് ദിവസം മാത്രമായിരിക്കും ആ സ്മരണ നിൽക്കുന്നത്. ചിലപ്പോൾ ഭാര്യയിലും മക്കളിലും കുറച്ച് വർഷങ്ങളിൽ കൂടെ ചിലപ്പോൾ നിന്നിരിക്കും. അതും അറിയത്തില്ല. ഞാൻ നിങ്ങളെ ഉദ്ബോധിപ്പിക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളെ ചിന്തിക്കാൻ ഞാൻ പ്രേരിപ്പിക്കുന്നത്, ഈ ലോകത്തിൽ ഇപ്പോഴും നാളെയുള്ള ശാരീരിക പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള കുടുംബത്തിലെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള സാമ്പത്തിക പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം, നാളെയുള്ള ജോലിയുടെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നം. നമുക്ക് വേണ്ടത് നിത്യമായ ശാശ്വതമായ ഒരു ശാന്തിയും രാജ്യവുമാണ് നമുക്ക് വേണ്ടത്. അതിനായിട്ടാണ് ഒരുങ്ങേണ്ടത്. അതാണ് അവിടുന്ന് ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കുക, മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും.